ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ചാർജോണിൻ്റെ ഒരു EV ചാർജിങ് കാർഡാണ്. അപ്പോൾ കാർഡിൽ വരുന്നത് നമ്മുടെ പേരൊക്കെ ആയിട്ടുള്ള കാർഡാണ് വരുന്നത്. കാർഡിൽ വരുന്നത് നമ്മുടെ പേര്, അതേപോലെ ആ കമ്പനിയുടെ കോൺടാക്റ്റ് നമ്പറും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് NFC പവേർഡ് കാർഡാണ്. നമ്മുടെ ATM കാർഡ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ എണ്ണ അടിക്കുന്ന മുമ്പ് നമ്മൾ കാർഡ് കൊടുക്കുന്ന പോലെ തന്നെ ഈ കാർഡാണ് EV ചാർജിങ്ങിൻ്റെ അടുത്ത കാലഘട്ടങ്ങളിൽ കൊടുക്കാൻ സാധിക്കുന്നത്. പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ ഇനി ഈ കാർഡ് കൊടുത്താൽ മതി EV ചാർജിങ്ങിന്. ഇതിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. ഇനി നമുക്ക് ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസ് പരിചയപ്പെടാം. ഇതാണ് ആപ്പ് ഇൻ്റർഫേസ് വരുന്നത്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ചാർജോണിൻ്റെ ആപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം. എന്നിട്ട് സെൻഡ് OTP കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേര്, ഫുൾ നെയിം അടിക്കണം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, 2 കോളത്തിലായിട്ടാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡിങ് ആയിട്ട് നമ്മുടെ വണ്ടിയുടെ മോഡലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യാനുള്ളത്. ശേഷം ലൊക്കേഷൻ, അങ്ങനത്തെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ അലൗ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇനി ഇതിൽ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിന് ശേഷം ഇനി കാർഡ് യൂസ് ചെയ്യാൻ നമുക്ക് വാലറ്റിൽ ബാലൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മുഖേന ബാലൻസ് ആഡ് ചെയ്തിട്ട് ഇതാ മേലെ യു ആർ നൗ എലിജിബിൾ ഫോർ ടാപ്പ് ആൻഡ് പേ കാർഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാർഡ് ഇല്ലാത്തവർക്ക് കാർഡ് ഓപ്ഷൻ ചെയ്യാനുള്ള ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്ലൈ ഫോർ എ ഫ്രീ RFID കാർഡാണ്. അത് കാർഡ് ഇല്ലാത്തവർക്ക് കാർഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നമ്മൾ കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആഡ് മണി കൊടുത്തിട്ട് നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാം. പിന്നെ ആപ്പിൽ വരുന്നതാണ് ചാർജ് ക്ലബ്ബ് ലോയാലിറ്റി പ്രോഗ്രാം. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതിന് ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോറിനോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. അതിൽ കംപ്ലീറ്റ് പ്രൊഫൈല്, അതുപോലെ ടോപ്പ് അപ്പ് വാലറ്റ് ആൻഡ് ആഡ് യുവർ ഫസ്റ്റ് EV, ഈ 3 ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 3 ഇതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2000 എക്സ്ട്രാ കൂപ്പൺ കിട്ടുന്നുണ്ട് ചാർജിങ്ങിൻ്റെ. പിന്നെ ചാർജിങ്ങിൻ്റെ ആ കൂപ്പണിൻ്റെ എക്സ്പയറിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാതും നോക്കിയിട്ട് ചെയ്യുക.